എന്നെ വിളിച്ചത്. എവിടേക്ക് പോകണമെന്നറിയാൻ കഴിയാതെ വിളക്കുവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരാലിൻ്റെ ചുവട്ടിൽ 2 കൈക്കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് കണ്ണുനീരോടെ ഇരിക്കുമ്പോൾ 3 വയസ്സ് മാത്രം പ്രായമുള്ള എൻ്റെ മോനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. പപ്പ, നമ്മൾ വെച്ച വീട്ടിൽ നിന്ന് നമ്മളെ എന്തിനാ ഈ രാത്രി നമ്മളെ ഇറക്കി വിട്ടത്? നമ്മൾ എവിടെ പോവുക? മറുപടി പറയാൻ എനിക്കൊന്നുമില്ല. എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ച ചോദ്യമുണ്ട്. അന്ന് ആരെല്ലാം നിങ്ങളോട് പറഞ്ഞതാ നിങ്ങളുടെ പേരിൽ എഴുതാതെ നിങ്ങൾ ഒരിക്കലും ഈ വസ്തുവിനകത്ത് വീട് വെക്കല്ലേ എന്ന്? ഒന്നും വേണ്ട, ആ പിള്ള പറഞ്ഞത് നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതികേട് വരുമായിരുന്നു. മനസ്സിനകത്തെ ഒത്തിരി വേദനകൾ. രാത്രി എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയത്തില്ല. പലപ്പോഴും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഹൃദയത്തിനകത്ത് ഒരു പ്രതീക്ഷ തന്നത് കർത്താവ് ഉയർത്തും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു. എന്നാൽ എല്ലാം നഷ്ടപ്പെട്ടവനായി എങ്ങോട്ട് പോകണമെന്നറിയാൻ കഴിയാതെ ഭാര്യയുടെ ചോദ്യത്തിന് മുന്നിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ആരോ എൻ്റെ കാതുകളിൽ പറഞ്ഞ് എനിക്ക് കേൾക്കുന്ന പോലെ തോന്നി, നിനക്കൊരപ്പനും ഒരമ്മയും 6 സഹോദരങ്ങളോ നഷ്ടപ്പെട്ടത്. എന്നാൽ നീ വെക്കാത്ത വീട്ടിൽ നീ കിടന്നുറങ്ങും, നീ വെട്ടാത്ത കിടന്ന് കോരി കുടിക്കും. കണ്ടിട്ടില്ലാത്ത ദേശത്ത് ഞാൻ നിന്നെ കൊണ്ടുപോയി നീ അനുഭവിച്ചിട്ടില്ലാത്ത നന്മ ഞാൻ നിനക്ക് തരും. നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ ഞാൻ നിന്നെ മാനിക്കും. 2 സൈഡിലിരുന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ മുഖത്തൊക്കെ നോക്കുമ്പോൾ ഹൃദയം തകർന്ന് ഞാൻ പാടിയൊരു പാട്ടുണ്ട്. ലോകം മുഴുവനും ഏറ്റുപാടിയ പാട്ട്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ തകർച്ചയിൽ എനിക്ക് ആശ്വാസം നൽകിയ പാട്ട്. ആ പാട്ട് ഒരുപക്ഷെ നിങ്ങളിൽ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാകും. പക്ഷെ അതിൻ്റെ പിന്നിലെ വേദന എന്താണെന്ന് ആരും അന്വേഷിച്ചിട്ടില്ല. ആ പാട്ട് പലരും എൻ്റെ പാട്ടാണെന്ന് പറഞ്ഞ് പുറത്തേക്കുമ്പോഴും എനിക്ക് സങ്കടമൊന്നും ഉണ്ടായില്ല. കാരണം ഒരു നേരത്തെ നല്ല ആഹാരം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു ജീവിത സാഹചര്യത്തിൽ കുമ്പനാട് ഉള്ള പ്രിയപ്പെട്ട യുവ സഹോദരങ്ങൾ പറഞ്ഞു, പൊളച്ചായ നിങ്ങളുടെ ഈ പാട്ട് ലോകമറിയണം, അതിന് നമുക്കൊരു കാസറ്റ് ആക്കാം. അങ്ങനെ എന്നാശ്രയം എന്ന് പറഞ്ഞൊരു കാസറ്റ്